ഒരുപക്ഷെ റോന്തിന് ശേഷം ഇനി വരുന്ന കഥാപാത്രങ്ങളെല്ലാം ഒരുപക്ഷെ അരുണ്ട ആ ഷെയ്ഡിനെ എക്സ്പ്ലോർ ചെയ്യാനും എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും, എനിക്കറിയില്ല, ആയിരിക്കാൻ വരുന്നത്. അല്ലെങ്കിൽ റൈറ്റേഴ്സും ഡയറക്ടേഴ്സും അങ്ങനൊരു കോളിന് വേണ്ടി അരുണിനെ വിളിക്കുന്നുണ്ടാവും. അരുൺ ഇപ്പോൾ എടുക്കുന്ന തീരുമാനം എന്തായിരിക്കും? കൂടുതൽ സിനിമ ചെയ്യുക എന്നുള്ളതാണ്. എന്നോടൊരു ഡയറക്ടർ പറഞ്ഞത് ഒരുപാട് പോലീസ് വേഷങ്ങൾ ഇനി ചെയ്യരുത്, ഉണ്ടാവാം എന്ന് കരുതി ചെയ്യാതിരിക്കരുത്. ഓ ശരി. നീ ഇപ്പോൾ ചെയ്ത ഈ ക്യാരക്ടർ പോലെ ആവരുതെന്ന് മാത്രം. അത് മറ്റൊരു തരത്തിൽ ചെയ്യുന്നിടത്താണ് നീ നല്ല നടനാവുന്നത്. പക്ഷെ അതൊരു വളരെ ഈസിയല്ലേ, വളരെ ഈസിയല്ലേ. നമ്മളൊരു വേഷം ചെയ്തിട്ട് മറ്റൊരു വേഷം ചെയ്യാതിരുന്നാൽ വളരെ ഈസിയല്ലേ, അത് പെക്യുലർ ആവുമല്ലോ. ഇന്നിപ്പോൾ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. നമുക്കൊരു ചെറിയൊരു അത്യാഗ്രഹം ഒക്കെ ആ കാര്യത്തിൽ വേണ്ടതാണ്. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുമെന്നും അതിന് വലിയ റിസൾട്ടുകളൊക്കെ വരുന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വിഷമമാവാനൊക്കെ സാധ്യതയുണ്ട് എന്നും നേരത്തെ തിരിച്ചറിയുക. അയ്യോ ആ ക്യാരക്ടർ ചെയ്യേണ്ടതായിരുന്നു എന്ന് പിന്നീട് തോന്നരുത്. അപ്പോൾ അതിനുള്ള ഒരു മാർഗം ഇങ്ങനെയാണ്. ടൈപ്പ് കാസ്റ്റ് എത്രത്തോളം ചെയ്യപ്പെടാതിരിക്കുന്നു എന്നുള്ളിടത്താണ്. നമ്മുടെ പഴയ നടന്മാരെയൊക്കെ ആലോചിച്ച് നോക്കൂ. ഒരു കഥാപാത്രം ഒരു ഷെയ്ഡിലുള്ള കഥാപാത്രം എത്രയോ പ്രാവശ്യം അവർ ചെയ്തിരിക്കുന്നു, പല രീതിയിൽ. നമ്മൾ ചേട്ടനൊക്കെ ആലോചിച്ചു. അതെ ശരിയാ. ഞാൻ അവരുമായിട്ട് കമ്പയർ ചെയ്യല്ല, മനസ്സിലായി. എന്തെങ്കിലും നമ്മൾ ഇന്ന് എറിഞ്ഞു നോക്കണ്ടേ? ശരിയാണ്. അപ്പോൾ നമ്മളങ്ങനെ വിചാരിക്കുമെങ്കിലും ചെയ്യണ്ടേ? അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നോക്കുക എന്നുള്ള ട്രൈ ചെയ്യാം, നോക്കാം. അങ്ങനെ പിന്നെ അങ്ങനെ ചൂസ് ചെയ്യാനുള്ള ധാരാളിത്തമുള്ള ആക്ടേഴ്സൊക്കെ വളരെ കുറവാണ് ഇവിടെ. ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞൊരു വെയിറ്റിങ്ങിലാണ്. നല്ലൊരു ആളുടെ കൂടെ, നല്ലൊരു വിഷൻ ഉള്ള ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയൊക്കെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ള വെയിറ്റിങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അത് എപ്പോഴാണ് അങ്ങനെ ഒരു സിനിമ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പുറത്ത് ജഡ്ജ് ചെയ്യാൻ പലപ്പോഴും പറ്റില്ല. ശരിയാണ്. ഏതാണ് ക്ലിക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതൊരു ബ്യൂട്ടിഫുൾ സിനിമയായിട്ട് മാറാം നമ്മൾ ചെയ്യാതെ പോയിട്ടുള്ള സിനിമകൾ.